പരിപ്പ് പിണ്ടി ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് തീ കത്തിച്ച് അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു പിഞ്ച് നല്ല ജീരകം, ചെറിയ ജീരകം അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഒരു ടിഫിൻ ബോക്സിലേക്കുള്ള അളവാണ് ഇവിടെ ചെയ്യുന്നത്. ആ ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറുതാക്കി എരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, 2 പച്ചമുളക് നെടുക്കെ കീറിയത്, 2 ഇല വേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിണ്ടി പൊതുവെ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ളതാണ്. പക്ഷെ ഇങ്ങനെ നമ്മൾ പരിപ്പും കൂടി ചേർത്തിട്ട് ചോറാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേഗം തന്നെ അത് കഴിച്ചോളും. പിന്നെ പച്ചമുളക് ഞാനിപ്പോൾ ഇതിലേക്ക് നെടുകെ കീറിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് റൈസ് പാക്ക് ചെയ്യുന്ന സമയത്ത് അത് അതിൽ നിന്ന് എടുത്തിട്ട് മാറ്റിയാൽ മതി. ആ എരിവൊക്കെ ആണെങ്കിൽ ആ റൈസിലേക്ക് ആവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് ഇങ്ങനെ നെടുകെ കീറിയിട്ട് ഇട്ടിട്ടുള്ളത്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും നമുക്ക് കൊടുത്തയക്കാനും കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന നല്ല ടിഫിനിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല റൈസാണിത്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഉണ്ടല്ലോ, ഉപ്പിടാതെ ആണ് വേവിച്ചിട്ടുള്ളത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പിണ്ടി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ളതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി മിക്സ് ആക്കുക. പിണ്ടി അരിഞ്ഞതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ് മാറൂല. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം. നിങ്ങൾ എടുക്കുന്ന റൈസിൻ്റെയും ഈ വെജിറ്റബിൾസിൻ്റെയും അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ തന്നെ വെജിറ്റബിൾസ് എന്ന് ഉദ്ദേശിച്ചത് പിണ്ടീനെയും പരിപ്പുമാണ് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ വാഴപ്പിണ്ടി, വാഴക്കൂമ്പ് ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ഫൈബറും ന്യൂട്രീഷണൽ വാല്യൂം എല്ലാം ധാരാളമുള്ള സാധനങ്ങളാണ് അതെല്ലാം. ഇനി ഇതിലേക്ക് ചെറുകിയ നാളികേരം ചേർത്ത് കൊടുക്കണം. ഏതാണ്ട് നമ്മുടെ ഈ വിരലുകൾ കൂട്ടി പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പിടി നാളികേരം ഉണ്ടല്ലോ, അത്രയുമാണ് ഞാൻ ഇതിലേക്ക് ഇപ്പം എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സ്റ്റവ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ട് ആ പിണ്ടി ഒന്ന് വെന്ത് കിട്ടണം. പിണ്ടി പെട്ടെന്ന് വേവും, ഒന്ന് ചൂട് കയറേണ്ട ഒരു കാര്യം അതിനുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുത്തരിയുടെ ചോറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് വേവിച്ചിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചോറ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമ്മുടെ പരിപ്പ് പിണ്ടി ചോറ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ പരിപ്പിൻ്റെ അളവ് കുറച്ചിട്ട് പിണ്ടിയുടെ അളവ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ അവരുടെ ഒരു നേരത്തെ മീലാക്കിയിട്ട് മാറ്റാൻ പറ്റും. കുട്ടികൾക്ക് ടിഫിനിലാണെന്നുണ്ടെങ്കിൽ ഇത്തിരി തൈരും അച്ചാറും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു റൈസാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്.